നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് കൂട്ടമായിട്ട് കുടുംബത്തിൽ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യുന്ന ന്യൂസുകൾ. മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് അതല്ലെങ്കിൽ വീട് വയ്ക്കാനോ അതിൽ എന്തെങ്കിലും രോഗബാധിതരായിട്ട് പിന്നീട് കടങ്ങൾ പെരുകി ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് വലിയൊരു കടമായിട്ട് അടയ്ക്കാൻ പറ്റാണ്ട് പിന്നെ വേറെ ഒരു രക്ഷയില്ലാണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ പൊതുവെ ഒരു കഴിഞ്ഞ മാസം എല്ലാം അങ്ങനത്തെ ന്യൂസ് തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസാണ്. തിരുവനന്തപുരം വക്കം എന്ന് പറയുന്ന സ്ഥലത്ത് അച്ഛനും അമ്മയും 2 ആൺമക്കളും ഒരുമിച്ച് ഹാൾ റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ 22-24 വയസ്സുള്ള ആൺമക്കളാണ്. അവരെയും ചേർത്തിട്ടാണ് ഈ അച്ഛനും അമ്മയും ഈ കടുകൈ ചെയ്തിട്ടുള്ളത്. ഈ കുടുംബനാഥനായിട്ടുള്ള അനിൽകുമാർ ഫാർമേഴ്സ് സഹകരണ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഈ ഭാര്യയായിട്ടുള്ള ഷീജ എന്നാണ് അവരുടെ പേര്. അവർ സെക്രട്ടേറിയറ്റിൽ ഒരു ജോലിക്കാരിയാണ്. 2 ആൺമക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത്. മൂത്തയാൾ ഒരു 24 വയസ്സുണ്ടാവും. അവൻ ബികോം കഴിഞ്ഞ് 2 വർഷമായിട്ടുണ്ട്. ഇളയ മകൻ ബിടെക് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അവൻ്റെ പരീക്ഷ ജസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ആ കുട്ടി. ഈ 2 കുട്ടികളെയും ചേർത്തിട്ടാണ് ഈ അച്ഛനും അമ്മയും ഈ കടും കൈ ചെയ്തിട്ടുള്ളത്. അവർ ആ ഹാൾ റൂമിൽ തൂങ്ങി 4 മൂലക്കായിട്ട് ഇവർ 4 പേര് ഒരുമിച്ച് തൂങ്ങി മരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കുടുംബത്തിലെ 4 പേരിൽ ഒരാളുടെയും മനസ്സൊന്നും മാറിയിരുന്നെങ്കിൽ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയാൻ അവർക്ക് പറ്റുമായിരുന്നു. ജീവിക്കാൻ ഒരുപാട് സ്കോപ്പുകളുണ്ട്. കടബാധ്യതയെ തുടർന്നാണ് ഇവർ മരിച്ചതെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നിരുന്നാലും അവർക്കൊരു വീടുണ്ട്. അതും ഇനിയിപ്പോൾ കടത്തിലാണെങ്കിൽ അത് ജപ്തി ചെയ്ത് പോട്ടെ എന്ന് വിചാരിക്കണം. 2 പേർക്കും അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. താൽക്കാലികമായിട്ട് ആ ഭാര്യയ്ക്ക് ഒരു ജോലിയുണ്ട്, ഭർത്താവിന് ഭേദമില്ലാത്തൊരു ജോലിയുണ്ട്. അരി മേടിക്കാനുള്ളതുണ്ടല്ലോ. 2 ആൺമക്കളാണ്. ഇത്രയും പഠിച്ച് വിദ്യാഭ്യാസം മികച്ചൊരു ആൺമക്കളാണ്. അവർക്കും ജോലിക്ക് പോകാനായിട്ട് കഴിയും. ഈ മൂത്ത ആൺകുട്ടിക്ക് ഒരു ആക്സിഡന്റ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് സംഭവിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ചികിത്സയും കാര്യങ്ങളിലൊക്കെ ഒരുപാട് പൈസ പോയെന്നാണ് ആ നാട്ടുകാരും അവരുടെ ഏറ്റവും അടുത്തിട്ടുള്ള സുഹൃത്തുക്കളും എല്ലാം പറയുന്നത്. ഈ ഒരു കുടുംബത്തെക്കുറിച്ചും ഈ അച്ഛനെയും മക്കളെയും ഭാര്യയൊക്കെ കുറിച്ചിട്ട് നല്ലൊരു അഭിപ്രായമാണ് ഈ നാട്ടുകാർക്കും കുടുംബങ്ങൾക്കും അതുപോലെ ബന്ധുക്കാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പറയാനുള്ളത്. ആകെ ഇവർക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടബാധ്യതകളാണ്. ഇപ്പൊ എല്ലാ കുടുംബത്തിലും ഒട്ടുമിക്ക കുടുംബത്തിലും കടബാധ്യതകളുണ്ട്. കടബാധ്യതകളില്ലാത്ത ആരും തന്നെ ഇല്ല. ഇപ്പൊ അംബാനി ആയിരുന്നാൽ പോലും അയാൾക്കും അയാളുടേതായ വലിയ വലിയ കടങ്ങളുണ്ടാവും. നമ്മൾ ഈ കൂലിപ്പണിക്കാർക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കടങ്ങളെ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷെ ഇപ്പൊ മിഡിൽ ക്ലാസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ കടങ്ങളുണ്ടാവും. കടങ്ങൾ മേടിച്ചാണ് ആൾക്കാർ ജീവിക്കുന്നത്. EMI അടയ്ക്കാനാണ് ജോലിക്ക് തന്നെ പോകുന്നത്. അങ്ങനെയുള്ള എല്ലാം ഒട്ടുമിക്ക ആൾക്കാരും ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ അവസ്ഥ അതായിരിക്കും. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൊച്ചു കൊച്ചു കുടുംബങ്ങളാണെങ്കിൽ ഈ അത്തച്ചിട്ടി, കുടുംബശ്രീ ലോണുകൾ, മൈക്രോ ഫിനാൻസിന് പല ടൈപ്പ് ഉണ്ട്. പല ചെറിയ ചെറിയ ഫിനാൻസ് കമ്പനികൾ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ 10 പേര് ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ലോണുകൾ കൊടുക്കുന്നു. അതായത് ഒരാളുടെ ജാമ്യത്തിൽ ഒരാൾ, അതായത് അടച്ചില്ലെങ്കിൽ മറ്റൊരെല്ലാവരും ഈ 10 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ജാമ്യത്തിൽ ലോൺ കൊടുക്കുന്ന രീതിയിൽ ചെറിയ ചെറിയ കമ്പനികൾ വലിയ വലിയ പലിശയാണ് ഇവർ മേടിക്കുന്നത്. ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ അവർക്ക് ഇതിന്റെ പലിശയെ കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല. ഇപ്പൊ ഒരു 10,000 രൂപ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 5-10% പലിശയായിരിക്കും അത് മേടിക്കുന്നത്. ഇനിയിപ്പോൾ പീരീഡ് കൂടുന്നവരും കാശ് അടവ് കുറവായിരിക്കും. ചിലപ്പോൾ 250 രൂപ വെച്ച് അടച്ചാൽ മതിയായിരിക്കും. പക്ഷേ ഇതിന്റെ പലിശ അത്രയും കാലയളവിൽ നമ്മൾ പലിശ അടയ്ക്കണം എന്നുള്ളൊരു വിവരം ഈ വീട്ടിലിരിക്കുന്നവർക്ക് ഇല്ല. സത്യം പറഞ്ഞാൽ ആരാണ് ഈ വീട്ടിലുള്ള കടങ്ങളും ഈ കൊണ്ടുവരുന്ന പൈസ എല്ലാം മണി മാനേജ്മെന്റ് ചെയ്യുന്ന ആ കുടുംബത്തിലുള്ളവരാണ്. നമ്മുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കടം മേടിച്ചിട്ട് ഒന്നും ചെയ്യണ്ട. വീട് പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം കിട്ടും. നിങ്ങൾക്ക് ഈ EMI എല്ലാം കിട്ടും. പക്ഷെ ഇതൊന്നും അടയ്ക്കാൻ ആഴ്ചയിൽ അടയ്ക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ദയവായിട്ട് ഇതൊന്നും വാങ്ങിക്കാണ്ടിരിക്കുക. ഇപ്പൊ ബാങ്കിന്റെ ലോണുകൾ ാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പല ഫർണിച്ചർ ഷോപ്പുകൾ അതുപോലെയുള്ള സ്ഥലത്തൊക്കെ EMI ഇട്ട് സാധനങ്ങൾ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതെല്ലാം അവരുടെ എന്താ പറയുക, അവരുടെ പ്രൊഡക്ട്സ് ആണ്. അതൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ, നമ്മളെ എങ്ങനെയും അത് മേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല എന്താ പറയുക പുതിയ പുതിയ പദ്ധതികൾ അവർ ഒരുക്കും. അതായത് ഇത്ര EMI ഇട്ട് നിങ്ങൾ മേടിച്ചോ, പക്ഷെ നമ്മൾ തന്നെ അടയ്ക്കണ്ടേ? അത് നമ്മൾ തന്നെ അടയ്ക്കണം. അതൊന്നും ഫ്രീ അല്ല. അല്ലെങ്കിൽ ഒരാഴ്ച നമുക്ക് പണിയില്ലെങ്കിൽ ഇത് ആരടയ്ക്കും? വേറെ ഒരു ബാക്കപ്പ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവില്ല. ആകെയും ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഇപ്പൊ അണു കുടുംബങ്ങളല്ല. അപ്പൊ ഈ 2 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ജോലിക്ക് പോവുക. ചിലപ്പോൾ ഈ 2 പേര് മാത്രമായിരിക്കും ജോലിക്ക് പോവുക. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുണ്ടാവും, പ്രായമായ മാതാപിതാക്കളുണ്ടാവും. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ആശുപത്രി കേസുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് ആകെ തെറ്റിപ്പോവും. പിന്നെ ഭീഷണിപ്പെടുത്തലായി, മൈക്രോ ഫിനാൻസുകാർ വിളിക്കലായി, ബാങ്കുകാർ ഭീഷണിയായി, ജപ്തിയായി. എന്തിനാണ്? ഉള്ളത് വെച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കുക. ഇപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിലും അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഒരു ചമ്മന്തി അരച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് മതി. ആരെയും കാണിക്കാൻ വേണ്ടി, ആർഭാടം കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാണ്ടിരിക്കും. ചിലരെങ്കിലും വിചാരിക്കും അപ്പോൾ കട എടുക്കണം മോശമാണോ, അല്ലെങ്കിൽ EMI ഇട്ട് മൊത്തമായിട്ട് പൈസ നമ്മുടെ കയ്യിൽ ഇല്ല, നമ്മളൊക്കെ കൂലിപ്പണിക്കാരാന്ന് പറയുന്ന ആൾക്കാരുണ്ടായിരിക്കും. അതൊന്നും മോശമല്ല. നമുക്കൊരു സാധനം ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ എനിക്കൊരു വണ്ടി മേടിക്കാൻ ആഗ്രഹമാണെങ്കിൽ എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഒരു ഫുൾ എമൗണ്ട് ഉണ്ടാകത്തില്ല. അതെൻ്റെ ലോങ് ടൈം ആഗ്രഹമാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുക? ചിലപ്പോൾ ഒരു EMI ഇട്ടായിരിക്കും ഒരു വണ്ടി മേടിക്കുക. അപ്പം നമ്മുടെ സാലറി കൂടി നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് മാത്രമല്ലേ നമ്മുടെ സാലറി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് മാത്രമാണ് നമ്മുടെ വരുമാനം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയത്തുള്ളൂ. അപ്പം ആ ഒരു പരിധിക്ക് നിന്നിട്ട് നമുക്ക് അടച്ച് തീർക്കാൻ പറ്റുന്ന ആ ഒരു ലോൺ മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. കാരണം എല്ലാ മാസവും പലിശയും വരുന്നുണ്ട്. ആ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. പലിശ എത്രയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതുമാത്രമല്ല, പലിശ ഇനി
വർഷം കൂടുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഹോം ലോണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ 5-10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ശതമാനം മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കും. 1 മാസം അടച്ചില്ലെങ്കിൽ കൂട്ടുപലിശയും വരുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഈ ലോണിലൊക്കെ ചെന്ന് പോയി പെടാൻ കേട്ടോ മക്കളെ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ, അല്ലാണ്ട് കടം മേടിച്ചിട്ട് നിങ്ങൾ ഈ പരിപാടികളൊക്കെ നടത്താനും ഒരുപാട് വലിയ ആർഭാടം കാണിക്കാനും. ഇപ്പം ചെറിയൊരു കല്യാണം നടത്തണമെങ്കിൽ തന്നെ 15-20 ലക്ഷം രൂപയാണ് ആൾക്കാർ ചിലവാക്കുന്നത്, നാട്ടുകാർക്ക് സദ്യ കൊടുക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച്, ആർഭാട ജീവിതങ്ങളൊക്കെ ഒന്ന് കുറച്ച് ലളിതമായ ജീവിതം, ആഴ്ചയിൽ ഡ്രസ്സും ഒക്കെ മേടിക്കണം, അല്ലെങ്കിൽ പുറത്ത് പോയി ആഹാരം കഴിക്കണം. ഇതൊക്കെ ഒരു അനാവശ്യ ഇതാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് വീട്ടിലെ ആൾക്കാർ ടൂർ പോയി, അപ്പം ഞാനും ടൂർ പോകണം, വീട് അങ്ങോട്ട് പണയം വെച്ചിട്ട് ടൂർ പോകാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്ളോഗർ വീടും സ്ഥലം പണയം വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ വേണ്ടി നാട് ചുറ്റാൻ പോകണം. അപ്പം ഞാനും അങ്ങനെ ചെയ്യും. മറ്റുള്ളവരെ കണ്ടിട്ട് അവരുടെ കഴിവുകളോ അവരോ ഒന്നുമല്ല നമ്മളാണ്. നമ്മളെപ്പോലെ ഒരാൾ വേറെ ഇല്ല. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഉള്ളത് കൊക്കിലൊതുങ്ങുന്ന പോലെ ജീവിക്കുക. അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ എത്തിപ്പെടത്തില്ല. ദയവായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ചും. ഒരുപാട് ആൾക്കാർ ഇതുപോലെ കടം തരാനുണ്ടാവും, കുടുംബശ്രീന്നോ അല്ലെങ്കിൽ ഈ പറയും പോലെ അത്തച്ചിട്ടിന്നോ അങ്ങനെ മൈക്രോ ഫിനാൻസുകാർ കൂട്ടം കൂടി ലോൺ കൊടുക്കാനോ ഒക്കെ ഉണ്ടാവും. ബാങ്കുകാരും തരും. പക്ഷേ ഇത് തിരിച്ച് കൊടുക്കാണ്ടാവുമ്പോൾ അവരുടെ സ്വഭാവം അങ്ങോട്ട് മാറും. എടുക്ക് എന്ന് പറയുന്ന പോലെ ആവില്ല. നിങ്ങൾക്ക് 1 മാസം പണിയില്ലെങ്കിൽ, ഒരടവ് നിങ്ങൾ അടച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളുടെ കൊറോണാക്കി കയറും. അല്ലാണ്ട് നിങ്ങൾ അയ്യോ മോനെ നിങ്ങൾ അടയ്ക്കണ്ട, ലോട്ടറി അടിച്ചതല്ല നിങ്ങൾക്ക്. ഇതെന്നാലും തിരിച്ചടക്കേണ്ട ഒരു എമൗണ്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓർക്കുക. ഈ ഒരു കുടുംബത്തിന് വന്ന ഈ ഒരു അവസ്ഥ ആർക്കും വരാണ്ടിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ